ക്രിസ്ത്യൻ തോട്ട്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തീയ നേതൃത്വം, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്നുള്ള വിഷയമാണ്. ഏത് തരത്തിലുള്ള നേതൃത്വമാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, ക്രിസ്ത്യൻ നേതൃത്വം എന്ന് പറയുന്നത്? പലരും ചിന്തിക്കുന്നത് ക്രിസ്തീയ നേതൃത്വം എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പാണ് എന്നുള്ളതാണ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ഒരു നേതൃത്വമാണ്. എന്നാൽ അങ്ങനെയാണോ? അല്ല. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തെയോക്രസിയാണ്. ദൈവ മക്കളെ നയിക്കാനായി തിരഞ്ഞെടുക്കുന്നവരെയാണ് ക്രിസ്തീയ നേതാക്കന്മാർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കേണ്ടത് ദൈവമാണ്. ദൈവജനത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്നവരായിരിക്കണം ക്രിസ്തീയ നേതാക്കന്മാർ. അല്ലാതെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്ഥാനത്ത് വരുന്നവരോ അല്ല ക്രിസ്തീയ നേതാക്കന്മാർ. എന്തിനാണ് ദൈവം ക്രിസ്തീയ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്? പ്രധാനമായും രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഒരു ക്രിസ്തീയ നേതാവിനുള്ളത്. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നവനായിരിക്കണം ഒരു ക്രിസ്തീയ നേതാവ്. ഒന്ന്, ദൈവജനത്തെ നയിക്കുക, നമ്മളതിനെ പാസ്റ്ററൽ മിനിസ്ട്രി എന്ന് പറയാം. മറ്റൊന്ന്, ദൈവത്തിങ്കിലേക്ക് ജനങ്ങളെ നയിക്കുക. ഒന്ന് ദൈവജനത്തെ നയിക്കുക, മറ്റൊന്ന് ദൈവത്തിങ്കിലേക്ക് ജനങ്ങളെ നയിക്കുക. ഇതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് ക്രിസ്തീയ നേതാക്കന്മാർ എന്ന് പറയുന്നത്. നമുക്ക് ദൈവവചനത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ, ദൈവം തിരഞ്ഞെടുത്തായിട്ടുള്ള നേതാക്കന്മാരുടെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, തങ്ങളെ തിരഞ്ഞെടുത്തത് ദൈവം ആണ് എന്നുള്ള ചിന്ത വിട്ട് മാനുഷികമായിട്ടുള്ള ആലോചനകൾക്കും മാനുഷികമായിട്ടുള്ള താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനും വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നേതാക്കന്മാർ പരാജയമായി മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദൈവവചനത്തിൽ കാണുന്നത് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിട്ടുള്ള ശൗലിനെയാണ്. ശൗലിൻ്റെ ആരംഭം വളരെ മനോഹരമായിരുന്നു. ശൗല് വളരെ ഹമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ശൗലിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ടുള്ള, ദൈവ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നതായിട്ടുള്ള ഒരു ശൗലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശൗലിൻ്റെ ആരംഭം, രാജാവായിട്ടുള്ള ഒരു ആരംഭം വളരെ മനോഹരമായിരുന്നു. അവനെ ശമൂവേൽ പ്രവാചകൻ അനോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്ത് രാജാവാക്കി. അതിനുശേഷം അവനെ ജനങ്ങൾ രാജാവായി അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ വളരെ മനോഹരം, വളരെ ദൈവത്തോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിയപ്പോൾ ശൗല് ആ പാതയിൽ നിന്നെല്ലാം മാറിപ്പോകുന്നതും അവസാനം രാജ്യത്തിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് പ്രധാനമായി ദൈവവചനത്തിൽ പറയുന്ന രണ്ട് ഇൻസിഡൻസ് നമ്മൾ നോക്കിയാൽ നമുക്ക് അവിടെ രണ്ട് സ്ഥലത്തും കോമൺ ആയി കാണുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് സംഭവിച്ചത് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം. ഫിലിസ്തീയ സൈന്യം വലിയ ഒരു സൈന്യത്തെ നേരിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഒരു യാഗത്തിന് ശേഷം ആ യുദ്ധത്തിലേക്ക് പോകാനായി തയ്യാറെടുക്കുമ്പോൾ യാഗം കഴിക്കേണ്ടതായിട്ടുള്ള പുരോഹിതൻ ശമൂവേൽ വരാനായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ശമൂവേൽ വരാനായിട്ട് താമസിക്കുന്നതായിട്ടുള്ള സമയത്ത് ശൗലിൻ നോക്കുമ്പോൾ ശൗലിൻ്റെ കൂടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള യുദ്ധവീരന്മാരായിട്ടുള്ള വ്യക്തികൾ പലരും ശൗലിൽ നിന്ന് അകന്നു പോകുന്നത് കാണുമ്പോൾ ശൗൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ശൗല് തന്നെ ഒരിക്കലും ഏൽപ്പിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ജനങ്ങളെ ഭയന്ന്, ജനങ്ങൾ അകന്നു പോകുന്നുള്ള ഭീതിയിൽ ആ യാഗം കഴിക്കാനായിട്ട് തയ്യാറാകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഒരു വലിയ ഒരു ബ്ലണ്ടറല്ലേ ശൗൽ അവിടെ ചെയ്തത്. എന്താ പ്രശ്നം? ശൗല് ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യരെ ഭയപ്പെട്ടു. മനുഷ്യർ തന്നിൽ നിന്ന് അകന്നു പോകുന്നതിനെ ഭയപ്പെട്ടു. ഒരുപക്ഷെ യുദ്ധവീരന്മാരായിരിക്കാം അകന്നു പോയത്, ഒരുപക്ഷെ വളരെ സ്വാധീനമുള്ള വ്യക്തികളായിരിക്കാം. എന്നാൽ ഇവരെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് ശൗല് കണ്ടെത്തിയ ഒരു ഷോർട്ട് കട്ടാണ്. ശമൂവേൽ ചെയ്യേണ്ടതായിട്ടുള്ള യാഗം ശൗല് തന്നെ അങ്ങ് ചെയ്തു. ഒരുപക്ഷെ ശൗല് ചിന്തിച്ച് കാണാം, താൻ ചെയ്യുന്നത് ഒരു യാഗമല്ലേ, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു യാഗം. എന്നാൽ ദൈവഹിതത്തിനല്ലാതെ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാതെ മനുഷ്യരെ ഭയന്ന് ചെയ്തതായിട്ടുള്ള, മനുഷ്യർ അകന്നു പോകുന്നതിലുള്ള ആ ഭയം മൂലം ചെയ്തുള്ള പ്രവൃത്തി
ഒരു വലിയ ബ്ലണ്ടറായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്, അമാലേക്യരുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് സംഭവിച്ചതായിട്ടുള്ള മറ്റൊരു വലിയ ഒരബദ്ധം, അവിടെയും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. മനുഷ്യർ മുമ്പോട്ട് വെച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ ശൗൽ അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് പ്രശ്നം? അവിടുത്തെ രാജാവിനെയും അതുപോലെ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള മറ്റു ചില സമ്പത്തും അദ്ദേഹം എന്ത് ചെയ്യാണ്, ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞത് എന്താണ്? എല്ലാത്തിനെയും നീ നശിപ്പിക്കണം, എല്ലാത്തിനെയും നശിപ്പിക്കണം. രാജാവിനെയും അവിടെയുള്ള കംപ്ലീറ്റ് ആളുകളെയും എല്ലാ വസ്തുക്കളെയും എല്ലാ മൃഗങ്ങളെയും നശിപ്പിക്കണം, അല്ലെങ്കിൽ വധിക്കണം, ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് ചില വ്യക്തികൾക്ക് കീഴ്പ്പെട്ട്, ചില വ്യക്തികളുടെ ആലോചനകൾക്ക് കീഴ്പ്പെട്ട് ഇവിടെ ശൗൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു വലിയ മണ്ടത്തരമാണ് ശൗലിനെ ആ രാജസ്ഥാനത്ത് തന്നെ മാറ്റിയത്. നമുക്ക് അത് 15-ാം അധ്യായത്തിൻ്റെ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്ന ഐ ഫിയർഡ് ദ പീപ്പിൾ ആൻഡ് ഒബേഡ് ദെയർ വോയിസ് എന്നുള്ളതാണ്. ഞാൻ ജനങ്ങളെ ഭയപ്പെട്ട് അവരുടെ വാക്കുകളെ കേൾക്കാനായിട്ട് പോയി എന്ന് ശൗൽ ശമൂവേലിന്റെ മുമ്പിൽ കൺഫസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് സമയത്തും നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, ശൗൽ മനുഷ്യരെ ഭയപ്പെട്ടു. ദൈവത്തെ ഭയപ്പെടേണ്ടതായിട്ടുള്ള സ്ഥാനത്ത് മനുഷ്യരെ ഭയപ്പെടുന്നതായിട്ടുള്ള നേതൃത്വം ക്രിസ്തീയ നേതൃത്വം അല്ല എന്നുള്ള കാര്യം ഈ സമയം നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരേ ഒരു ചിന്ത, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഇറ്റ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഈസ് തിയോക്രറ്റിക് ലീഡർഷിപ്പ്. ദൈവമക്കളെ നയിക്കുന്നതിനായി ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ് ക്രിസ്തീയ നേതാക്കന്മാർ. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ആലോചനയൊക്കെ അനുസരിച്ചായിരിക്കണം ക്രിസ്തീയ നേതാക്കന്മാർ പ്രവർത്തിക്കേണ്ടത്. മനുഷ്യർ പറയുന്നതനുസരിച്ച് കോംപ്രമൈസുകൾക്ക് പോയാൽ അത് ശൗലിന് സംഭവിച്ചതുപോലെ വലിയ പരാജയമായി തീരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദിവസം നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്നും ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള വ്യക്തികളായിരിക്കണം. മാത്രമല്ല ദൈവത്തിൻ്റെ ആലോചനയാൽ മുന്നോട്ട് പോകേണ്ടവരായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.